അങ്കമാലിയിൽ ഈ മൊബൈൽ മോഷണം പതിവായിരിക്കുകയാണ് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു ഭിന്നശേഷിക്കാരൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അങ്കമാലിയിൽ ഈ തൈലം വിറ്റ് നടക്കുകയായിരുന്നു. ഈ തലവേദനയ്ക്കും മറ്റുമൊക്കെ ആളുകൾക്ക് ഉപയോഗിക്കാൻ വിറ്റ് ചെറിയ ഈ ബോട്ടിലാക്കി വിൽക്കുന്ന യദു എന്നാണ് പേര്. ഇവിടെ വന്ന് ഉപജീവനം നടത്തുകയാണ്. ഇതിനിടയിൽ അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ പോയി. ഒരാൾക്ക് ഫോൺ വിളിക്കാൻ വേണ്ടി കൊടുത്ത് എന്നോട് പറഞ്ഞു വൈഫിന് വയ്യ, അങ്ങനെ എന്നോട് കള്ളം പറഞ്ഞിട്ടുണ്ട്. ഓവറായിട്ട് ഞാൻ സെന്റിമെന്റ് ആണ്. അപ്പം ഞാൻ തന്നെ കൊടുത്തു പോയി. പുള്ളി വലിക്കുമായിരുന്നു. ഞാൻ ബൂമർ വാങ്ങാൻ പൈസ തരാൻ പോയിട്ട് വരാൻ വന്നു. ഞാൻ പോയിട്ട് വന്നു, പുള്ളി കാണുന്നില്ല. കാല് വയ്യായിരുന്നിട്ട് മോൻ്റെ അടുക്ക അയാൾ പറഞ്ഞോ പോയി മേടിച്ചോണ്ട് വരാൻ? ആ പറഞ്ഞു. എത്ര രൂപ വിലയുള്ള ഫോണായിരുന്നു? 24,000 രൂപ. എങ്ങനെയാണ് ഈ ഫോൺ മേടിച്ചത്? ഞാൻ ഇത് കോളേജിൻ്റെ പൈസ ഞാൻ അല്ലെങ്കിൽ ജോലിക്കൊക്കെ പോയി ആദ്യമായിട്ടാണ് ഒരു ആളെ എന്നെ അങ്ങനെ പറഞ്ഞു പറ്റിക്കുന്നത്. കാരണം ഞാൻ ഇപ്പം പറഞ്ഞില്ല, ഞാൻ ഓവർ സെന്റിമെന്റാണ്. കാരണം ഒരാളെ എന്നെ കണ്ട് ചിരിച്ചാൽ പിന്നെ ഞാൻ എപ്പം കണ്ടാലും കൈ പൊക്കി കാണിക്കും, അല്ലെങ്കിൽ ചിരിച്ച് കാണിക്കും. അപ്പം എന്നോട് ഇങ്ങോട്ട് വന്ന് ചോദിച്ചു, എടാ മോനെ ഒരാളെ വിളിക്കാനുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, ആരെ വിളിക്കാൻ? എടാ മോനെ എൻ്റെ ഭാര്യ ഇവിടെ ആശുപത്രി വയ്യാതെ കിടക്കുക, അങ്ങനെ വിളിക്കും. അപ്പം ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞായിരുന്നു, അവന് ഫോൺ കൊടുക്കല്ലേ, അവൻ കള്ളാന്ന്. ഞാൻ ഓവർ സെന്റിമെന്റ് ആയും കൊണ്ട് ഫോൺ കൊടുത്തു. അവൻ കൊണ്ടുപോയി